ഹായ് ഫ്രണ്ട്സ്. ഹായ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മെൽബൺ സീ ലൈഫ് അക്വേറിയത്തിൽ വന്നിരിക്കുകയാണ്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇന്നൊരു പബ്ലിക് ഹോളിഡേ, അപ്പോൾ സിറ്റിയിൽ തിരക്കൊന്നുമില്ല, നല്ല അടിപൊളി ഒരു ഡേ ആണ്. എന്തായാലും എനിക്ക് തോന്നുന്നു ഇന്ന് ഇച്ചിരി മഴ ദിവസത്തിന് കാണിക്കുന്നുണ്ട്. പുറത്താരും ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും ഇന്ന് അവിടെ ആയിരിക്കും മിക്കവാറും. പക്ഷേ മൊത്തത്തിൽ തിരക്ക് കുറവുണ്ടല്ലോ ഇന്ന്. എന്തായാലും സിറ്റിയൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് സീ ലൈഫ് അക്വേറിയത്തിലെ കാഴ്ചകളൊക്കെ കാണാം. നമുക്കിവിടെ നിന്നപ്പോൾ നമുക്ക് അക്വേറിയം കാണാൻ പറ്റും കേട്ടോ. അവിടെ എല്ലാം നല്ല തിരക്കാണ്. നല്ല തിരക്കാട്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ. ഇന്ന് മഴയാന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്നേക്കാന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും പോയി നോക്കാം. അവിടെ കാണുന്നതാണ് സീ ലൈഫ് അല്ലേ. പുറത്ത് വരെ ആൾക്കാരിങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും ടിക്കറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. നമുക്ക് നോക്കാം അവിടെ ചെന്നിട്ട്. അങ്ങനെ നമ്മുടെ ടിക്കറ്റൊക്കെ നമ്മുടെ ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ നേരെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. നമുക്ക് പ്രാം ഉള്ളതുകൊണ്ട് ഒരു സെപ്പറേറ്റ് വഴിയാണെന്നാണ് പറഞ്ഞത്. അപ്പം മാപ്പൊക്കെ തന്നിട്ടുണ്ട്, അത് നോക്കി നമുക്ക് അതിനകത്ത് തുടങ്ങി പോകാം അല്ലേ. സോക്കൂട്ടൻ ഉറക്കം വരുന്നുണ്ടോ? സോക്കൂട്ടൻ ചെറിയ ഉറക്കമൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അകത്ത് കയറി ഇവിടുത്തെ ജീവികളെയൊക്കെ ഒന്ന് കാണാം. ക്രൊക്കഡൈൽ ഇല്ലെന്നാണ് പറഞ്ഞല്ലേ. ക്രൊക്കഡൈലിന് സർജറി കൊണ്ടുവന്നല്ലോ പറഞ്ഞു. സിനിമ എങ്ങനെയുണ്ട്? ഇതാണ് നമ്മൾ ആദ്യമേ കയറിയപ്പോൾ കണ്ട കാഴ്ച. ഒരു കുഞ്ഞ് അക്വേറിയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിവിടെ കുറേ പ്രാവശ്യം വന്നതാണ്. ഇവിടെ എത്ര പ്രാവശ്യം വന്നാലും മടുക്കാനല്ലേ. ഇവിടെ കുറേ ഐറ്റംസ് കിടപ്പുണ്ട് കേട്ടോ. എന്തൊക്കെയാണുള്ളതെന്നുള്ളത് ഇവിടെ കിടപ്പുണ്ട്. ഈ ടൈപ്പ് ഫിഷ് ആട്ടോ ഈ കിടക്കുന്ന മൊത്തം. സോയിക്കോട്ടെ കുഞ്ഞായിരുന്നപ്പോൾ ഇവിടെ വന്നതല്ലോ ഇവിടെ. പക്ഷെ ഓർക്കുന്നില്ല. താഴെ നമുക്ക് വലിയ ഓർക്കൊന്നുമില്ല. ഇവിടെ നല്ല ഭംഗിയുള്ള കുറച്ച് ചെറിയ ഫിഷ്. നമുക്ക് ആദ്യം ചെറിയ ഫിഷിൽ നിന്ന് തുടങ്ങാം. നല്ല ഭംഗിയായിട്ടല്ലേ ഇവരെല്ലാം സെറ്റ് ചെയ്തേക്കുന്നേ. ഞാനിവിടെ ഓസ്ട്രേലിയ വന്നിട്ട് ആദ്യം പോയ സ്ഥലം ഇവിടെ. മറ്റേ അക്വേറിയം അഡിക്റ്റ് ആണ്. സോയിക്കുട്ടാ ഇതെന്നെ ഫിഷാ മോനെ? ഇത് ഇഷ്ടപ്പെട്ടോ? അവരുണ്ടല്ലേ ഇതിന്റെ പേരെന്നാ? ഇത് മൊസൈക്ക് ലെതർ ജാക്കറ്റ്. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് മുന്നോട്ട് കയറിയപ്പോൾ ഇവിടെ ഒരു ചെറിയ എന്താ പറയാ, ഒരു ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു പോണ്ടിന്റെ സെറ്റപ്പിലുള്ള ഒരു അക്വേറിയം കേട്ടോ. ഇതിങ്ങനെ നല്ല വലുപ്പമുണ്ട്. വീഡിയോ കണ്ട അത്ര മനസ്സിലാവില്ല. നല്ല അത്യാവശ്യം വലുപ്പമുള്ള ഫിഷ് ഉണ്ട് കേട്ടോ ഇതിനകത്തൂടെ. മാർക്കൊക്കെ നല്ല സൈസ് ഉണ്ട് കേട്ടോ. കുഞ്ഞുമായിട്ട് കമ്പയർ ചെയ്യുന്നത് മനസ്സിലാവും. അത്ര ചെറുതൊന്നുമല്ല, അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഫിഷ്. വലിയൊരു അക്വേറിയമാണ് കേട്ടോ. സോക്കോട്ടെ ഇഷ്ടപ്പെട്ടോ മോനെ? ഇഷ്ടപ്പെട്ടോടാ? കൊഞ്ച് ഫിഷിനെ കാണുക. ഇത്ര അടുത്ത് കാണാം കൊച്ചിന്. എനിക്ക് കറങ്ങി നമുക്കിനി അപ്പുറത്ത് നമ്മളെ ഇവരെ നല്ല അല്ലേ വാഴയില അങ്ങോട്ട് ഫ്രൈ ചെയ്തങ്ങ് എടുത്താണ്ടല്ലോ. ഇച്ചിരി മുളകും ഉള്ളിയൊക്കെ അവനെ നല്ല ഫ്രൈ ആക്കാൻ പറ്റിയ വരുക. നല്ല ആമോരി പോലെ ഇരിക്കുന്നു അല്ലേ. ഇതിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും മാരിങ്ങനെ നടക്കാം. കുറേ അധികമുണ്ട്. മേളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇതിനകത്തുള്ള വ്യൂ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിനകത്ത് ചെറിയ ഫിഷ് ഉള്ളെന്ന് പറഞ്ഞ് പോയപ്പോൾ ഇതെന്താ ഭയങ്കരൊരുത്തം കിടക്കുന്നു. എന്താ ഷാർക്കോ? ഇതിന്റെ പേരെന്താണെന്ന് അറിയത്തില്ല. അമ്മ ഇത് ഭയങ്കര വലുപ്പമുണ്ടോ ഇതിന്? കുഞ്ഞിവിടെ ഇത്രേ ഉള്ളൂ. ഇവൻ ഇത്രേ ഉണ്ട് ഇതിനകത്ത്. ഭയങ്കര സൈസാണല്ലോ ഇതിന്. ഭയങ്കര വലുപ്പമുള്ളത്. എൻ്റെ മുഖം കണ്ടില്ലേ? ഇവനെ കണ്ട ഏതോ പരിചയമുള്ള ആരണ്ടെ പോലെ ഇരിക്കുന്നല്ലോ മുഖം. രണ്ടുപേര് അക്വേറിയത്തിന് അകത്തേക്ക് കയറി പോകണം, അകത്തൂടെ കാണാനായിട്ട്. എങ്ങനെയുണ്ട് അകത്ത്? നല്ല വ്യൂ ആണോ? ഇവിടെ പിള്ളേർക്ക് നിൽക്കാനുള്ള സ്ഥലമുണ്ട്. സോയിക്കൽ ഇവിടെ നിന്നാടാ, കാണാവോ നോക്കിയേ. ഇവിടെ നിന്ന് നോക്കിയേ, കാണാവോ? നിക്ക് സ്റ്റാൻഡ്. കാണാവോ ഫിഷിനെ? സോയിക്കലിന്റെ തല ഇവിടെ നിങ്ങൾക്ക് കാണാം അതല്ലേ. കുനിഞ്ഞു വാ. അത് നല്ല വ്യൂ ആയിരിക്കും അല്ലേ. അതിനകത്ത് തലയിട്ട് മേളിലേക്ക് നോക്കിയാൽ പിള്ളേർക്ക് കാണാൻ പറ്റും. സോയിക്കോട്ടൻ ഇതിനകത്തുണ്ട്. ഹായ് കാണാം. ഇതുപോലെ നമുക്ക് ക്രൊക്കഡൈലിനെ കാണാൻ പറ്റുമോ? ക്രൊക്കഡൈലിന്റെ അകത്ത് തല ഇങ്ങനെ ഇട്ട് നോക്കാം, നേരെ മുഖം. പക്ഷെ ക്രൊക്കഡൈലിന്റെ സർജറി കൊണ്ടുപോയി. സോയിക്കോട്ട് നേരെ വെള്ളത്തിൽ നിൽക്കുന്നു. നിങ്ങൾ ഇവിടെ എത്തിയോ? ഞങ്ങൾ ഇപ്പുറത്തെത്തി. പപ്പ എവിടെയാ സോയിക്കോട്ടാ? പപ്പ ഇവിടെ എന്തായാലും കൊള്ളാം കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും.
അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇവിടുത്തെ കഫേയിലേക്ക് നേരെ കയറി ഇനിയിപ്പോൾ കഴിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളല്ലേ. ഓർഡർ ചെയ്തോ നമ്മളെ. അങ്ങനെ എന്തായാലും 12:30 4 മണി വരെ ശരിക്കും 3 മണിക്കൂർ ഇറങ്ങാനുള്ളതുണ്ട് ഇതിനകത്തൂടെ. അത് കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് ഇവരുടെ തന്നെ കഫേ കേട്ടോ. നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തേ. ലേറ്റ് ആയി പോയി, 12 ശരിക്കും പറഞ്ഞാൽ 10 മണി ഇവിടെ വരണം. അപ്പോൾ എന്തായാലും നമുക്കിവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കഫേ നല്ല തിരക്കാണ്. നമ്മുടെ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്ത് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് 10 മണിക്ക് ഓപ്പൺ ആവും. പക്ഷെ നമ്മൾ രാവിലെ പ്ലാൻ ചെയ്ത് വരാവുന്ന അല്ലേ. അപ്പോൾ എന്തായാലും നമുക്കിനി കഴിച്ചിട്ട് താഴേക്ക് പോകാം, ഷാർക്കിനെ കാണാം. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്നിരിക്കുകയാണ്. നമ്മുടെ റാപ്പും ബർഗറും അതുപോലെ കുറച്ച് ഫ്രൈസും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പയ്യെ കഴിച്ചിട്ട് കാണാം. കഴിയാം. എനിക്കും അതെ. കഴിക്കാം മീ. അത് കൂടാം. അങ്ങനെ നമ്മുടെ ഈ ഒരു ഫുഡ് കോർട്ടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയുള്ളൊരു അക്വേറിയമാണ് കേട്ടോ. ഒരു മറൈൻ സെറ്റപ്പാണ് ഈ കാണുന്നത്. നേരത്തെ ഇതിനകത്ത് കുറച്ച് ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ലൈറ്റ് കുറവാണോ? ഇങ്ങനെയായിരുന്നു. ഓക്കെ, ഇവിടെ കണ്ടു നിങ്ങൾ ഈ എന്തൊക്കെ ഐറ്റംസ് ആണ്. ഭയങ്കര വലുപ്പം കേട്ടോ, നമ്മുടെ വലുപ്പമുള്ളമാരൊക്കെ കിടക്കുന്നത്. അതാ അതിന്റെ പത വരുന്നുണ്ട് അവിടെ. അതെനിക്ക് ഓക്സിജൻ വിടുന്ന അമ്മമാരോട്. ഇതിലെ കുറേ എണ്ണം പോകുന്നുണ്ട്, നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. സോയിക്കോട്ടെ ജ്യൂസ് കുടിച്ച് ഫുൾ എക്സൈറ്റഡ് ആണ് കണ്ടില്ലേ, കണ്ടു വയ്ക്കുകയല്ല. ഞാൻ ഇതിനകം നിങ്ങളെ ഒന്ന് കാണിക്കാം കേട്ടോ. അടിപൊളിയാണ്. ഇതിൻ്റെ വലുപ്പം നോക്കി പോകുന്നിടത്ത് നല്ല നീളം ഉണ്ടല്ലോ അവന്. പക്ഷെ കാണാൻ നല്ല രസമല്ലേ? കാണാൻ അടിപൊളിയാ. ഇത് ഷാർക്കല്ലേ ശരിക്കും? അല്ല, അതെന്തോ ഷാർക്കിന്റെ ഇനമാന്ന് തോന്നുന്നു. അതെ അതെ, കൊള്ളാം. ഷാർക്കാണോ സോക്കുട്ടാ? സോക്കട ഇതുണ്ടോ? സോക്കട ഇത് എടുത്തും പോകുന്നുണ്ടോ? അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ കയറി പോകുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ തൊട്ട് ഓരോരോ കാഴ്ചകളാണ്. അപ്പം ആദ്യം തന്നെ ഇവിടെ കുറേ സ്റ്റാർ ഫിഷ്, അതുപോലെ തന്നെ ഷാർക്കിൻ്റെ എഗ്ഗ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു സെക്ഷനായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകാം. നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു സംഭവം കേട്ടോ, ഇതാണ് ഷാർക്കിൻ്റെ എഗ്ഗ്. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഷാർക്കിൻ്റെ എഗ്ഗ് ഇങ്ങനെ ആയിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ഷേപ്പ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസൊക്കെ അവരോട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്കുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ. കണ്ടില്ലേ, മൊത്തം നല്ല കളർഫുള്ളാണ്. അപ്പം കുട്ടികളായിട്ട് ഒത്തിരി ആൾക്കാരോട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സെക്ഷൻ കേട്ടോ, ഇത് ഫുള്ള് ജെല്ലി ഫിഷാണ്. അപ്പം ജീവനുള്ള ജെല്ലി ഫിഷാണ് കേട്ടോ അതിൽ നടക്കുന്നത്.
അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ജെല്ലി ഫിഷിനെ കാണാനായിട്ട് ഒരു ആർച്ച് പോലെ ഉണ്ടാക്കിയിട്ട് ഇത് കണ്ടില്ലേ, അതിനകത്ത് നിന്ന് നിന്നിട്ട് അവർക്ക് ഫുള്ള് ജെല്ലി ഫിഷും അതുപോലെ തന്നെ മറൈൻ ഫിഷിനെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അടിപൊളി സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു സെക്ഷനാണ് ഇവിടുത്തെ മെയിൻ സെക്ഷൻ എന്നാണ് പറയുക. ഇവിടം തൊട്ടാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ശരിക്കും ഒരു അണ്ടർ വാട്ടർ അക്വേറിയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഷാർക്കിനെയും അതുപോലുള്ള വലിയ ഫിഷും കാര്യങ്ങളും എല്ലാം ഇഷ്ടം പോലെ കേട്ടോ ഇതിനകത്ത്. എന്തായാലും നമുക്ക് താഴേക്ക് പോയി നോക്കാം അവിടുത്തെ കാഴ്ചകളൊക്കെ എന്നാണ്. എത്ര പ്രാവശ്യം നമ്മൾ കണ്ടാലും മതി വരാത്തൊരു സംഭവമാണ് കേട്ടോ. ഞാനിപ്പോൾ 3ാമത്തെ 4ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. പക്ഷേ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് കണ്ട് നിൽക്കാൻ തോന്നും, അത്രയും നല്ലൊരു കാഴ്ചയാണ്. അണ്ടർ വാട്ടർ അക്വേറിയം അറിയാമല്ലോ, നല്ല ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ കയറിയപ്പോൾ കണ്ടതുകൊണ്ടില്ല ഈ ഒരു ആമയെ കണ്ടോ, ഇതിനൊരു ഓട്ടോറിക്ഷയുടെ വലുപ്പമുണ്ട്. നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഭയങ്കര സൈസാണ് കേട്ടോ. അതിനെ കാണാൻ ഭയങ്കര ഭംഗിയാണ്, അതുതന്നെ നല്ല രസമായിരുന്നു. അപ്പോൾ അവനെ കണ്ടിട്ടാണ് നമ്മൾ ആദ്യം ഈ അണ്ടർ വാട്ടർ അക്വേറിയത്തിൽ നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിയത്. ഇനിയും ഇതുകൂടാതെ വലിയ ഷാർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ കുറേ നമ്മുടെ തെരണ്ടി ഉണ്ടല്ലോ, വലുത് സ്റ്റിംഗ് റേ, അതുണ്ടായിരുന്നു. അപ്പം അത് ഈ പ്രാവശ്യം ഇല്ല അവിടെ. എനിക്ക് തോന്നുന്നു അതിനെ മാറ്റിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഒറിജിനൽ നമ്മൾ യൂഷ്വലി കാണുന്ന ആ ഒരു ടൈപ്പ് ഷാർക്ക് നേരത്തെ ഇല്ലായിരുന്നു. അപ്പോൾ അതിനെ കുറച്ച് നാളെ തന്നെ വിട്ടിട്ടുണ്ടോ, ചിലപ്പം അതുകൊണ്ടായിരിക്കും അതിനെടുത്ത് മാറ്റിയത്. ചിലപ്പം അവന്മാരിതിനെ ആക്രമിക്കുമായിരിക്കും, അറിയത്തില്ല, നോക്കാം. ഇതുണ്ടല്ലോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ സ്ഥിരം കാണുന്ന മറ്റേ നമ്മളെ യൂഷ്വലി ഷാർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന സംഭവം. അവൻ കുറച്ച് അഗ്രസീവാണ് കേട്ടോ. അവനെ കണ്ടാൽ തന്നെ ഒരു രക്ഷയില്ല. തൊട്ടടുത്ത് കാണാൻ പറ്റുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എന്തായാലും ഇവിടെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ഷാർക്കിനൊക്കെ നല്ല അടുത്ത് കാണാൻ പറ്റുമല്ലോ. ഈ ഒരു സംഭവം കണ്ടല്ലോ, ഈ ഒരു ഫോസിൽ പോലെ വെച്ചിരിക്കുന്ന ഈ ഒരു സംഭവം, ഇതിൻ്റെ അപ്പുറത്ത് ആ കാണുന്ന ആ ഒരു സെക്ഷനിലായിരുന്നു പണ്ടത്തെ ആ ഒരു ഭയങ്കര മുതലായി, ഭയങ്കര സൈസായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് എന്താണ് മറ്റേ സോൾട്ട് വാട്ടർ ക്രോക്കഡൈലോ അങ്ങനെ എന്തോ കാറ്റഗറിയിൽപ്പെട്ടൊരു ഭയങ്കര മുതലായിരുന്നു. അവനെ ഈ പറഞ്ഞ പോലെ ഒരു ദന്തൽ സർജറിക്ക് വേണ്ടി അവരോട് നിന്ന് മാറ്റിയേക്കാണ്, അല്ലെങ്കിൽ അവനെ നമുക്ക് കാണാമായിരുന്നു കേട്ടോ.
അതുപോലെ തന്നെ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് മാറി കഴിയുമ്പോഴേക്കും ഇത് കണ്ടില്ലേ ഒരു റെയിൻ ഫോറസ്റ്റ് സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ. ശരിക്കും നമ്മളൊരു റെയിൻ ഫോറസ്റ്റിൽ പോയി നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബും അതിനകത്ത് കാണുന്ന ചെടികളും കാര്യങ്ങളും ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ല നമ്മുടെ സീ ഹോഴ്സിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇവരെയൊക്കെ അടുത്ത് കാണുമ്പോഴേക്കും നമ്മുടെ കുതിരയുടെയൊക്കെ അതേ ഒരു ഷേപ്പ്, ഒരു വളരെ കുഞ്ഞൊരു ജീവി, കൊള്ളാം കേട്ടോ. നല്ല ഒരു എന്താ പറയുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ച. ഇനിയാണ് കേട്ടോ നമ്മുടെ സോയിക്കുട്ടൻ ഏറ്റവും ആഗ്രഹിച്ച് കാണാൻ വന്നൊരു സംഭവം. ഇവിടെയാണ് കേട്ടോ പെൻഗ്വിനുള്ളത്. ഇതെന്തായാലും നല്ലൊരു അടിപൊളി കാഴ്ചയാണ്. ബാക്കി എല്ലാ കാഴ്ചകളും പോലെ തന്നെ സൂപ്പറാണ് കേട്ടോ. പെൻഗ്വിൻ ഒരു വളരെ ഫ്രണ്ട്ലിയാണ്. നമ്മളൊക്കെ അടുത്ത് നിൽക്കുമ്പോഴേക്കും നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വളരെ ചേർന്ന് വന്ന് നമ്മളിങ്ങനെ മരം കൗതുകത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. നല്ല രസമുള്ളൊരു കാഴ്ചയാണ് എന്തായാലും. അതുപോലെ തന്നെ ഇമാർക്ക് നീന്താനുള്ള ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളും ഒരു ചെറിയ പൂൾ സെറ്റപ്പൊക്കെ അപ്പുറത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇമാരെല്ലാം വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കുന്നത് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോഴേക്ക് ഇവർക്ക് ഇങ്ങനെ കുറച്ച് ബബിൾസ് ഇങ്ങനെ പറപ്പിച്ച് വിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അമ്മമാർ ഓടി വന്ന് കുത്തിപ്പൊട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് നല്ലൊരു കാഴ്ചയായിരുന്നു. ഇപ്രാവശ്യം അതെന്തായാലും കാണാൻ പറ്റില്ല, പക്ഷേ കൊള്ളാം. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് അപ്പുറത്തെ സൈഡാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ട പെൻഗ്വിൻ്റെ ആ കൂടിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡാണ്. അവിടെ ഫുള്ള് മാർക്ക് വേണ്ടി വെള്ളം ഇങ്ങനെ നിറച്ചിട്ടിരിക്കുകയാണ്. മാതിരി മീനൊക്കെ നീന്തി പോകുന്നവരെ തന്നെ വെള്ളത്തിനടിക്കട വളരെ കൂളായിട്ട് നടക്കുന്നു കേട്ടോ. നല്ല കാഴ്ചയായിരുന്നു എന്തായാലും. അത് കഴിഞ്ഞ് അവിടെ ഒരു 3D ഷോ ഉണ്ടായിരുന്നു കേട്ടോ. അതും നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി കണ്ടില്ല, ഇവിടെ ഒരു നല്ല അടിപൊളി ഒരു ഷോപ്പുണ്ട് നമ്മുടെ സീ ലൈഫ് അക്വേറിയത്തിന് തന്നെ. അവിടെയുള്ള കുറച്ച് ജീവികളെ പോലെ കുറച്ച് ക്യൂട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. സോയിക്കോട്ടൻ എന്തായാലും അവിടെ കയറി കുറേ ഇഷ്ടപ്പെട്ടു. അതൊക്കെ നമ്മൾ വാങ്ങിച്ച് നമ്മളെന്തായാലും പയ്യെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോയും അതുപോലെ തന്നെ ഇവിടുത്തെ സീ ലൈഫ് അക്വേറിയം ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? നല്ല ക്യൂട്ട് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. കുഞ്ഞിൻ്റെ ബാക്ക് പാക്ക് ഞാൻ കണ്ട ഫിഷുമായിട്ടിരിക്കുന്നത് അവരുടെ. അതെ. അപ്പോൾ എന്തായാലും ഇവിടെ ഉള്ളവരൊക്കെ എന്തായാലും ഇവിടെ ഒരു മസ്റ്റായിട്ട് വന്നിട്ടുണ്ടാവുമല്ലോ. വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വരേണ്ട ഒരു സ്ഥലമാണ്. അടിപൊളിയാണ് അല്ലേ? അപ്പോൾ നമ്മുടെ മറ്റു ചില വീഡിയോ വീണ്ടും കാണാം. അതിലെല്ലാം ബൈ.